മാർച്ച് 21 രേഖകളിൽ പിണറായി വിജയന്റെ ജന്മദിനം. പക്ഷേ തന്റെ യഥാർത്ഥ പിറന്നാൾ ഇന്നാണെന്ന സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മധുരം നൽകി AKG സെന്ററിൽ വെച്ച് പിണറായി തന്നെയാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം പ്രഖ്യാപിച്ചത്. 72 പിന്നിട്ട് 73ലേക്ക് കടക്കുമ്പോൾ പിണറായി കൂടുതൽ ശക്തനാണെന്ന രാഷ്ട്രീയ എതിരാളികൾ വരെ സമ്മതിക്കുന്നു. വിവാദങ്ങൾ ഏറെ വന്നെങ്കിലും ഭരണത്തിന് ചുക്കാൻ പിടിച്ച് നിലപാടിലുറച്ച് അചഞ്ചലനായി പിണറായി വിജയൻ നിന്നു. എതിർശബ്ദങ്ങൾ പ്രതിപക്ഷത്തു നിന്നുള്ളതിനേക്കാൾ മുന്നണിക്കകത്തു നിന്ന് വന്നപ്പോഴും മുഖ്യമന്ത്രി സംയമനം പാലിച്ചു നിന്നതും കൗതുകകരമായി. പക്ഷേ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു. പഴയ പാർട്ടി സെക്രട്ടറി ഉള്ളിൽ നിന്ന് പലതവണ പുറത്തു വന്നപ്പോഴും പിണറായി തന്നെ അത് അടക്കി വയ്ക്കുന്നതും രാഷ്ട്രീയ കേരളം കൗതുകത്തോടെയാണ് നോക്കി നിന്നത്. പരിമിതമാണെങ്കിലും വാർത്താസമ്മേളനങ്ങളിലും ശരീരഭാഷയിൽ കാര്യമായ മാറ്റം പിണറായിയിൽ പ്രകടമായി. ഒരു ഭാഗത്ത് വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ദേശീയ മാധ്യമങ്ങൾ വരെ ഈ ഒരു വർഷം പിണറായി എന്ന പേര് നിരവധി തവണ ചർച്ചയ്ക്കെടുത്തു. ഭോപ്പാലിൽ RSS തടഞ്ഞതു മുതൽ അവരുടെ വിലക്ക് പൊട്ടിച്ച് മംഗലാപുരത്തും തെലങ്കാനയിലും പിണറായി എത്തിയത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി. ഈ പിറന്നാൾ ദിനവും പതിവ് പോലെ മുഖ്യമന്ത്രിക്ക് തിരക്കിൻ്റേത് തന്നെയാണ്. 1-ാം വയസ്സിലേക്ക് പിച്ചവെക്കുന്ന തന്റെ സർക്കാരിനെ വിവാദങ്ങൾ ഒഴിവാക്കി നയിക്കുക എന്ന ശ്രമകരമായ ദൗത്യം അദ്ദേഹത്തിന് മുൻപിൽ ഇപ്പോഴുമുണ്ട്. എതിർപ്പുകളും വെല്ലുവിളികളും ഏറെയുണ്ടെങ്കിലും 73കാരനായ പിണറായിയെ കേരളം ഉറ്റുനോക്കുകയാണ്. ശ്രീകുമാരൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.